കാര്യങ്ങൾ എന്തെങ്കിലും എന്നെ കിട്ടുന്ന ആട്ടെ അവർക്കായില്ലേ. രാവിലെ ഓഫീസ് പോലും തുറക്കാതെ എവിടെ പോയി തൊലഞ്ഞവൻ. ആദ്യം ശമ്പളം കട്ട് ചെയ്യണം. നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ഓഫ്. നിങ്ങളുടെ ട്രിപ്പിൾ എ ചാനലിൽ ജോലി ചെയ്ത് എനിക്ക് ഇതും കിട്ടും, ഇതിൻ്റെ അപ്പുറവും കിട്ടും. ഇതെൻ്റെ രാജിക്കത്താണ്. താങ്കൾ സ്വീകരിക്കുന്നത് സ്വീകരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ഇനി എൻ്റെ പുറകെ വന്ന് എന്നെ ജോലിക്കായിട്ട് തിരിച്ചു വരുത്താൻ എന്നെ അന്വേഷിച്ച് എൻ്റെ ബേക്കറിയിൽ വന്നാൽ അപമാനം താങ്ങാനാവാതെ ഞാൻ തൂങ്ങിച്ചാവും നിങ്ങളുടെ മുന്നിൽ എന്ന് ദേഷ്യത്തോടെ കല്യാണരാമൻ. എത്ര അഹങ്കാരം ഉണ്ടെങ്കിൽ ഇവൻ. ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി ഏതെങ്കിലും കസ്റ്റമർ കഴിക്കുവോ? നിനക്കൊന്നും നാണമില്ലടാ. എന്നെ അന്വേഷിച്ച് എന്റെ ബേക്കറി വന്നാൽ അപമാനം താങ്ങാനാവാതെ തൂങ്ങിച്ചാകും എന്ന് ദേഷ്യത്തോടെ കല്യാണരാമൻ. എന്താടാ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചെന്നറിയാം നിങ്ങൾക്ക്? എടോ എടോ എന്താടോ പെണ്ണുങ്ങളെ പോലെ കരയുന്നത്? ഈ അസമയത്ത് നിങ്ങളുടെ അന്തപുരത്തിലേക്ക് എന്തിനാ സാറേ വരാൻ പറഞ്ഞത്? എന്ത് വിഷയ സാറേ? അനിയ, ആ ബോംബെ കുട്ടി കരീന ചോപ്ര എന്റെ കൺമുമ്പിൽ തന്നെ നിപ്പുണ്ട്. നോക്ക് നോക്ക്. സ്വർണത്തിളക്കം സ്വർണത്തിളക്കം ജ്വല്ലറി, ജിഞ്ചിലക്കം ജില്ലിച്ചിലക്കം ജ്വല്ലറി. എന്തൊരു ഭംഗിയാ, എന്തൊരാട്ടമായിരുന്നു അവളുടെ. ആ കരീന ചോപ്ര എന്റെ മനസ്സിന് ചെറുനാരങ്ങയെ പോലെ കച്ചക്ക് കച്ചക്ക് എന്ന് പിഴിയുവാടാ. അതുകൊണ്ട് ആ ബോംബെ കുട്ടീനെ എനിക്ക് നീ ഒപ്പിച്ചു തരണം പ്ലീസ്. ആ കുട്ടീന്റെ കൂടെ ഒരു ദിവസം, ഒരു ദിവസം ജീവിച്ചില്ലെങ്കിൽ ഈ ശരീരം വേവില്ല, ഒരിക്കലും വേവില്ല. പ്രോമിസ്. ക്യാഷ്, ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും എന്റെ അടുത്തുനിന്ന് എടുത്തോ. ഐശ്വര്യ ദേവി ഏത് റൂട്ടിൽ വന്നാലും എന്താടാ. എന്നോട് ആ ജോലി നോക്കാൻ പറഞ്ഞു. അത് പിന്നെ പോട്ടെ നോക്കാം. എന്നെ അയാൾക്ക് ഞാൻ തന്നെ കൂട്ടിക്കൊടുക്കണമോ? ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എം ഡി സാറേ? ഒരു കറ തീർന്ന ബ്രഹ്മചാരിയെ കൊണ്ടുപോയി 5000 രൂപയ്ക്ക് പണയം വെച്ചാൽ നിങ്ങൾ നന്നാവില്ല. ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് കരുതി ഫാനിൽ തൂങ്ങാൻ പോയതാ ഞാൻ. എന്നിട്ട് പിന്നെ എന്താ ചെയ്യാൻ ഞാനോ? വീട്ടിലുള്ളത് ടേബിൾ ഫാനാ, അതിലെങ്ങനെ തൂങ്ങിച്ചാവുന്നത്? ചോദ്യം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഓഫീസറെ ദേഷ്യപ്പെടണ്ട. ജീവിതമാകുമ്പോ നന്മയും തിന്മയും ഒക്കെ ഉണ്ടാവുന്നേ. നമ്മൾ വേണം അരയന്നത്തെ പോലെ രണ്ടും പിരിച്ച് കൈകാര്യം ചെയ്യാനായിട്ട്. അരയന്നം വന്നങ്ങ് പിരിച്ച് കയറ്റിട്ട് മേളിലോട്ടങ്ങ് പറന്നു പോകും. സുകുമാരൻ നായർക്ക് ഞാൻ ആരാന്ന് മനസ്സിലായെങ്കിലേ അങ്ങേരന്റെ എല്ലാം രണ്ടാക്കും. ഇതോടെ താങ്കളോടൊപ്പമുള്ള എല്ലാ പരിപാടിയും നിർത്തി എന്നെ ശല്യപ്പെടുത്താതെ സ്ഥലം കാലിയാക്ക്. മിസ്റ്റർ കല്യാണരാമൻ, ആലോചിക്കാതെ വാക്കുകൾ ഉച്ചരിക്കരുത്. 5 കൊല്ലത്തിനു മുമ്പ് നിങ്ങൾ ബേക്കറി വെച്ച് എന്നോട് എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ട്രിപ്പിൾ എ TV. എടോ എന്താടോ ഇതൊക്കെ? സാറേ ദേഷ്യപ്പെടല്ലേ. സാറിനെ എങ്ങനെയും ഒന്ന് ഇംപ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ ട്രിപ്പിൾ എ ചാനൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലിക്ക് കയറണം. അതിനുവേണ്ടിയാ സാറേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എം ഡി സാർ, ഫോൺ ബനേഗ ഉമാപതി, ഞാൻ കോമഡി ശരൺ. ഇങ്ങനെ ഒരുപാട് കോൺസെപ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാർ. താങ്കൾ എന്നെ അസിസ്റ്റന്റ് ആയിട്ട് കൂട്ടിയെങ്കിൽ താങ്കളുടെ കാലിൻ്റെ ഇടയിലുള്ള ചെരുപ്പിനെ പോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ ഉണ്ടാകും സാറേ. ഇത് സത്യം സാറേ. ഇങ്ങനെ ഒരു അടിമയാണ് ഞാൻ തേടിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ ഈ അറിവും വിവേകവും നിങ്ങൾ എവിടേക്കോ എത്തിക്കാൻ പോവുകയാണ്. യു ആർ അപ്പോയിന്റഡ് മിസ്റ്റർ കല്യാണരാമൻ ഓഫീസർ. ക്ഷമിക്കണം എം ഡി സാറേ, ഇനി നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എന്നെ ജോലിക്ക് ചേർക്കുമോ സാറേ? നമ്മുടെ ചാനലിനെ സ്ഥാപനം എന്നാണ് പറയുന്നത്. യു ആർ റീഅപ്പോയിന്റഡ് ഓഫീസർ. താങ്ക് യു സാർ. MD സാർ, നിങ്ങൾക്ക് ഫോൺ. താങ്ക് യു MD സാർ. ബേക്കറിയിലെ എം ഡിയാ. ഹലോ ചേട്ടാ, പറഞ്ഞാട്ടെ. ഞാൻ ഇപ്പം തന്നെ ഓടി വരാം ചേട്ടാ. എം ഡി സാർ, അയർക്കുന്നത്തുള്ള എൻ്റെ ഫ്രണ്ട് ജോൺസന്റെ കല്യാണമാണേ. നമുക്ക് 2 ആൾ കൂടെ പോയാലെന്താ? ജോൺസണോ? എന്റെ അറിവിൽ നിനക്ക് ജോൺസൺ താനും ഫ്രണ്ട് ഇല്ലല്ലോ. അയ്യോ, നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല എം ഡി സാറേ.
ഞങ്ങൾ രണ്ടും പോളിയോ ഡ്രോപ്സിൽ തുടങ്ങിയ കൂട്ടുകെട്ടാ. നന്നായിട്ട് സാറേ, പോയിട്ട് പെട്ടെന്ന് വരാം. അല്ല, നിങ്ങളുടെ കൂട്ടുകാരന്റെ കല്യാണത്തിന് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇതാ പറഞ്ഞ് നിങ്ങൾക്ക് വിവരമില്ലെന്ന്. അയാൾ സാധാരണ ജോൺസൺ അല്ല, ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ MD ആണ്. അവരുടെ പൗഡർ ടിന്നിൽ കുട്ടിയുടെ പടവില്ലേ, അതാരാന്ന് MD സാറിന് അറിയാവോ? അവനാണോ നിന്റെ ഫ്രണ്ട്? അല്ലല്ല, ആ കുട്ടിയായി ഞാൻ. കുഞ്ഞിലെ എന്നെ കാണാൻ നല്ല വണ്ണമായിരുന്നു കേട്ടോ. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ ഇപ്പോഴും ആ പടം തന്നെ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ സാർ എന്റെ കൂടെ വന്നാൽ അപ്പൊ തന്നെ നമുക്കൊരു ആഡ് ഒപ്പിച്ചോണ്ട് പോരാം. ബല്ലേ ബല്ലേ, ഈ വ്യാപാര ബുദ്ധി നിങ്ങൾ എവിടേക്കോ എത്തിക്കാൻ പോവാ. നല്ല ഷാർപ്പാണല്ലോടാ നീ. ഓഫീസർ നേരെ പോയി കൂട്ടുകാരനെ കാണുന്നു, ആടിന്റെ കാര്യം കൺഫേം ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യൻ ടെലിവിഷനിൽ നമ്പർ 1 TV AAA TV ആണെന്ന് മാറ്റുന്നു. ജീവിതത്തിൽ ജയിക്കുന്നു. നിന്റെ തലമണ്ടയിൽ ഇറങ്ങി പോകട്ടെ. എടാ, എന്റെ MD സാർ കഷ്ടപ്പെട്ട് ജയിച്ചിടും എന്ന് പറയുമ്പോ നീ എന്തിനാ തോൽക്കും എന്ന് പറയുന്നത്? തോക്കുമെന്നല്ല, സ്വോത്രം പറഞ്ഞത്. ഇത് സ്തോത്രം എന്നാ പറഞ്ഞത്. ഇസ് വായിൽ വന്നില്ല. എടാ, നിന്റെ നാക്ക് എടുത്തുകൊണ്ട് പോയിട്ട് അയൺ ബോക്സ് വെച്ച് തേക്കടാ. ഓഫീസർ, ആ, നിന്റെ ഫ്രണ്ടിന്റെ പേര് ജോൺസൺ എന്നല്ലേ പറഞ്ഞു? അതെ. ഇവിടെ ആൽബർട്ട് എന്നാണല്ലോ. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ആൽബർട്ട് ജോൺസൺ. അതെ MD സാറേ. ഇപ്പോ കൃഷ്ണനെ മുരളീകൃഷ്ണൻ എന്ന് വിളിക്കുന്നു, ഗോപാലൻ നന്ദഗോപാലൻ, അങ്ങനെ കൃഷ്ണന് പല പേരുണ്ടല്ലോ. അതുപോലെയാ ജോൺസൺ, ആൽബർട്ട് ജോൺസൺ, പീറ്റർ, ജോൺ പീറ്റർ, പാൻഡിങ്, റിക്കി പാൻഡിങ്, അതുപോലെ. ശരി വാ വാ. ഹലോ ചേട്ടാ. അതാണ്ട വന്നു. അതാ എത്തി. എന്റെ കൂടെ വന്നല്ലേ? കുറച്ചുകൂടി ഓളം കുടിക്കോ. ഓഫീസർ, ജോൺസനെ കാണണം, ജോൺസൺ ആൻഡ് ജോൺസന്റെ ആഡ് കൺഫേം ചെയ്യണം, നമ്മുടെ ചാനൽ നമ്പർ 1 ആക്കണം. ഈ കാര്യങ്ങളെ കുറിച്ച് കുറച്ചും കൂടെ ഉത്തരവാദിത്വം ഇല്ലാതെ വെറുതെ കൂത്തടിക്കുക അല്ലേ? ഞാനോ? ആ, കൂത്തോ? ആ. അപ്പോ നിങ്ങളോ? കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുടെ കൂടെ ജോലി ചെയ്യുന്നതിനേക്കാൾ പോയി പെണ്ണുങ്ങളെടുപ്പോ. കോർപ്പറേഷനിലെ കുപ്പ പാരാൻ പോകുന്ന നല്ലതെന്ന് തീരുമാനിച്ചു. ഇതെന്റെ അവസാനത്തെ വിളിയാ MD സാർ. ഞാൻ ജോലി റിസൈൻ ചെയ്യുക. ഒരു നിമിഷം. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം പൊങ്ങി വന്നാ പിന്നെ ജീവിതകാലം മുഴുവൻ ബേക്കറിലിരുന്ന് ഈച്ചയെ ഓടിക്കേണ്ടി വരും. ഓക്കെ, ദി ചോയ്സ് ഈസ് യുവേഴ്സ്. ചെയർ വെറുതെ കിടക്ക, വന്നിരിക്കാൻ നോക്ക്.